എനിക്കും അങ്ങനെ തോന്നി. ഒരു ധൈര്യത്തിന് ഈ തോക്ക് കൂടി ഇരുന്നോട്ടെ കയ്യിൽ. വാ നോക്കാം. പേടിച്ചല്ലേ? രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാ? അത് പിന്നെ കൺമണി, ഞാനും ചിട്ടിയും അതൊക്കെ പോട്ടെ, നിങ്ങള് മാമന്റെ നാടൊന്നും ചുറ്റിക്കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് വാ, നമുക്ക് പോകാം. ഇവിടെ എല്ലാവരും ഭയങ്കര അടിപൊളിയാ. നിങ്ങൾക്ക് അവരെ എന്തായാലും ഇഷ്ടപ്പെടും. രണ്ടുപേരും അപ്പൂപ്പാ, ഈ അപ്പൂപ്പന് ഇത് എന്ത് പറ്റി? ഹായ്, അതാ മോര് വിൽക്കുന്ന അമ്മൂമ്മ. മോരോ? എന്ത് മോര്? മോരൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ആദ്യം വീട്ടിലേക്ക് പോവാൻ നോക്ക്. പോ. എന്താ ഈ അമ്മൂമ്മ ഇത്ര ദേഷ്യത്തോട് സംസാരിക്കുന്നേ? അയ്യോ, ഇവന്മാരെന്നെ കളിയാക്കി ചിരിക്കുന്നല്ലോ. നീ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. വാ കണ്ണാ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വിഷമിച്ച് മാറിയിരിക്കുന്നേ? ഈ നാട്ടിലെ ശോകപൂജി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു കുട്ടിഭൂതമുണ്ട്. അത് ആരെങ്കിലും ചിരിക്കുന്നത് കണ്ടാൽ ഉടനെ വന്ന് ആ ചിരി എടുത്തോണ്ട് പോകും. ഞാനും പപ്പുവും കളിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളെയും ഒരു കുട്ടിഭൂതം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും പപ്പുവും അത് പറയാനാണ് വന്നത്. ചേച്ചി അത് കേൾക്കാൻ പോലും നിന്നില്ല. ചിട്ടി, എന്നെ വെറുതെ വിടൂ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എനിക്കും എല്ലാരെ പോലെ വളരെ സന്തോഷമായി ഇരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ടാണ് എല്ലാവരുടെയും ചിരി ഞാൻ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നാലും എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അതൊരു കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിട്ടി, നീയാണെങ്കിൽ അത് കേട്ടിരിക്കുക. അയ്യോ, നിനക്കിപ്പോ മനസ്സിലായോ? സന്തോഷം എന്ന് പറഞ്ഞാലേ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളതല്ല, മറ്റുള്ളവരോട് ചേർന്ന് നമ്മുടെ സന്തോഷം പങ്കുവെക്കാനുള്ളതാ. മനസ്സിലായോ?
നീ ശോകബുജ്ജിയല്ല സന്തോഷബുജ്ജിയാ. ഇന്ന് മുതൽ ഞാൻ സന്തോഷബുദ്ധി. ഞാൻ ശോകബുദ്ധിയല്ല, സന്തോഷബുദ്ധി. എനിക്ക് സന്തോഷമുണ്ടല്ലോ.